USPCയുടെ ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് ലിവർപൂൾ യുണൈറ്റഡ് ഷാലോം പെന്റിക്കോസ്റ്റൽ ചർച്ച് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു വിളിയും തെരഞ്ഞെടുപ്പും. യെശയ്യാവ് 6:8 പ്രകാരം പറയുന്നു, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. ഒരു ക്രിസ്തീയ കുടുംബത്തിലെ പച്ചയായ ജീവിതാനുഭവങ്ങളിലേക്ക് ഇതാ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. നമുക്ക് കാണാം വിളിയും തെരഞ്ഞെടുപ്പും. അങ്ങനെ ഈ ഞായറാഴ്ച ആരാധനയും കഴിഞ്ഞു. മനുഷ്യനെ നിങ്ങളെ ബൈബിൾ എവിടെയാ കൊണ്ടുവെക്കാൻ നിങ്ങൾക്ക് നല്ല ഓർമ്മ വേണം. അല്ലെ അടുത്ത ഞായറാഴ്ച തന്നെ രാവിലെ ബൈബിൾ എവിടെയാന്ന് ചോദിച്ചാൽ എനിക്ക് എടുത്തു തരാൻ സമയമില്ല. എന്റെ പൊന്നു മോളിക്കുട്ടി, ഒരു ചെറിയ ബൈബിൾ അല്ലേ, നിനക്കൊന്ന് എടുത്തെന്ന് പറയുന്നത് എന്നാ പറ്റുമെന്നാ നീ പറയുന്നത്? എന്നാ കൊണ്ട് സൂക്ഷിച്ചു വെച്ചോ ഇപ്പൊ തന്നെ. എന്റെ പേരിലൊരടി. എടാ, എങ്ങനെ ആരാധന നന്നാവാതിരിക്കും എന്റെ മോനെ ജോസൂട്ടി? ഈ ഞായറാഴ്ച പള്ളിയിൽ പ്രബോധിപ്പിച്ചത് ആരാണ് നിന്റെ വിചാരം? നിന്റെ അപ്പനല്ലയോ? അപ്പൊ പിന്നെ ആരാധന അനുഗ്രഹിക്കപ്പെടാതിരിക്കേണ്ട കാര്യമുണ്ടോ? അല്ലേലും ഞാൻ പ്രബോധിപ്പിക്കുന്ന ദിവസങ്ങളിൽ ആരാധന സൂപ്പറാന്ന് പലർക്ക് അഭിപ്രായമുണ്ട്. പക്ഷെ അസൂയ കൊണ്ട് ആരും നമ്മളോടൊന്നും പറയാറില്ല. എന്നാ ചെയ്യാൻ? ആയിരുന്നു ഞാൻ പ്രബോധിപ്പിക്കുന്ന ആഴ്ചകളിലെല്ലാം നല്ല ആരാധന തന്നെയാണ്. പിന്നെ നിങ്ങൾ ഈ മൂപ്പന്മാരെല്ലാവരോടും കൂടി എല്ലാ ഞായറാഴ്ച ഇങ്ങനെ പ്രബോധിപ്പിക്കാൻ തുടങ്ങിയാലേ നമ്മുടെ പാസ്റ്റർമാർ എങ്ങനെ നല്ലൊരു പ്രസംഗം പ്രസംഗിക്കും? കിടക്കുന്നു. ആരാധന കൊള്ളാമായിരുന്നു, പ്രബോധനം സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പാസ്റ്ററിന് പ്രസംഗിക്കാൻ സമയം കൊടുക്കാത്തതിന്റെ കുറ്റവും കൂടെ. എന്റെ പൊന്നു മോളിക്കുട്ടി, നീ ഇത് രണ്ടും കൂടെ എന്നോട് പറയരുത്. എന്തൊരു കഷ്ടമാണ് നോക്കിയ നിന്റെ കാര്യം. അല്ല അമ്മച്ചി, ഇന്നത്തെ അപ്പച്ചന്റെ ആരാധനയും പ്രാർത്ഥനയും വളരെ നല്ലതായിരുന്നു. ഇങ്ങനെ പറഞ്ഞു കൊടുക്കും മോനെ. എന്നാടാ മാനെ, നിനക്ക് അച്ഛനോട് വലിയൊരു താല്പര്യം, ഇപ്പം വലിയ സ്നേഹമാണല്ലോ. അത് പിന്നെ എന്റെ അപ്പച്ചനല്ലേ അമ്മച്ചി. 8 ഗുണം 10 ഗുണം. എന്നാലും അപ്പച്ചൻ ഇനി ജുബയും കൊണ്ടുവന്ന് തേച്ചിട്ട് പോകാൻ മോനെ ജോസൂട്ടി, അപ്പച്ചൻ രാവിലെ തുണി തേക്കാനായിട്ട് എടുത്തപ്പോഴേടാ കറണ്ട് ഇല്ലായിരുന്നു. അപ്പച്ചൻ ഈ മുഷിഞ്ഞ് കുഞ്ഞിയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ? ഒരു കാര്യം ചെയ്യും, അടുത്ത ആഴ്ചത്തേക്കുള്ള അപ്പച്ചന്റെ ഷർട്ടും മുണ്ടൊക്കെ ഇപ്പൊ തന്നെ നീ എടുത്ത് തേച്ചോ. റെഡി വയ്ക്കോ, നിനക്കുള്ള പണി അങ്ങനെ ആയിക്കോട്ടെ. പണിയായല്ലോ. ഫോൺ കുറെ നേരമായിട്ട് കിടന്ന് അവിടെ അടിക്കുന്ന ആർക്കും കേൾക്കാൻ നേരെ. മോണിക്കുട്ടി നീ ഒന്ന് എടുത്തേ. അതാ ദുബായിൽ നിന്ന് ജോണിക്കുട്ടി ആയിരിക്കും. അവനാ സാധാരണ ഈ സമയത്ത് വിളിക്കാറ്. ഹലോ ഹലോ, എടാ മോനെ, നീ ജോണിക്കുട്ടിയാണോടാ? എടാ അമ്മച്ചിയാടാ. അമ്മച്ചിയാ. എടാ എന്നാണ്ടടാ വിശേഷം? മേരിക്കുട്ടി പിള്ളേരൊക്കെ എന്നാ പറയുന്നു? നീ എന്നാ പറഞ്ഞേ? മേരിക്കുട്ടി ഇന്ന് ജോലിക്ക് പോയെന്നോ? എടാ, ഇന്ന് ആരാധന മുടക്കിയിട്ടാണ് അവള് ജോലിക്ക് പോകുന്നത്. ചുമ്മാതെയല്ല മക്കളെ, നിങ്ങൾക്കിപ്പോൾ ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലേ, അതുകൊണ്ടാണ് അച്ഛനെയും അമ്മച്ചിനെയും ഒക്കെ നിങ്ങളിങ്ങനെ അന്വേഷിക്കുന്നത്. എന്നാടാ നീ എന്നാ പറഞ്ഞേ? വിശേഷോ? എടാ, അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ സുഖമായിട്ടിരിക്കുന്നടാ മക്കളെ. പിന്നെ നാട്ടിലെ മുല്ലപ്പെരിയാറ് പൊട്ടുവെന്നോ, ഇന്ന് പൊട്ടുവെന്നോ, നാളെ പൊട്ടുവെന്നോ ഒക്കെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ചൂടാണ് മക്കളെ, അകത്തും ചൂട് പുറത്തും ചൂട്. പിന്നെ അതുകൂടാതെ ഉണ്ടല്ലോ ഇലക്ഷൻ വരുമോ, അതിൻ്റെ ചൂട് വേറെ വശത്ത്. തൃശ്ശൂര് ആര് കയറുമെന്നോ ആരാണ്ടൊക്കെ ഇറങ്ങുമെന്നോ ഒക്കെ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് മക്കളെ നാട്ടുവിശേഷങ്ങൾ. പിന്നെ അവിടെ എന്നുണ്ട് മക്കളെ വിശേഷം? എന്തുവാടാ അവിടെ യുദ്ധമാണെന്നോ? ഇസ്രായേലും പലസ്തീനും യുദ്ധമാണെന്നോ? എൻ്റെ പൊന്നു മക്കളെ, നീ വെളി കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ പോകുമ്പോൾ കുട പിടിച്ചു പോകണം കേട്ടോ. വല്ല മിസൈലും ഒന്ന് തല വീഴോ. എന്തോടാ പറഞ്ഞ വിസായോ? അപ്പച്ചനും അമ്മച്ചിക്കും വിസായോ? ഇപ്പൊ നിന്റെ പുന്നാരമ്മോ നിന്നോട് പറഞ്ഞു എന്താണെന്ന് ഞാൻ പറയട്ടെ. അപ്പച്ചനെയും അമ്മച്ചയും കണ്ടിട്ട് ഒത്തിരി നാളായില്ലയോ? അപ്പച്ചനെയും അമ്മച്ചയും കാണാൻ കൊതിയാവുന്നു. നമുക്ക് വിസ അയച്ചു തരാം, നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ലയോ? പറയും എന്റെ മോന അവൻ. എടി, അവന്റെ ഉള്ളിലിരിപ്പ് ഞാനങ്ങ് മാനത്ത് കണ്ട്. അവന്റെ കെട്ടിയോള് പ്രസവം കഴിഞ്ഞ് കൊച്ചിനെ കഴിഞ്ഞിട്ട് ജോലിക്ക് പോകാൻ തുടങ്ങി. ഇനിയിപ്പോൾ നമ്മളെ സ്നേഹം നടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്ന എന്തിനാണ് നിന്റെ വിചാരം? അവിടെ പോയിട്ട് അവളുടെ കൊച്ചിന്റെ അപ്പിവാര
അപ്പച്ചനോട് ഒരുപാട് പരിപാടികളുണ്ട്. നീ പറഞ്ഞ് വിസ വേണ്ട നീ പറഞ്ഞു ഒഴിഞ്ഞേ, എനിക്ക് വേണ്ട വിസ. ജോണിക്കുട്ടിയെ, എടാ മോനെ വിസ വേണ്ടടാ മക്കളെ. ആ അപ്പച്ചൻ പറയുന്ന വിസ വേണ്ട. ഇപ്പൊ അമ്മച്ചിക്കും അപ്പച്ചനും അങ്ങോട്ട് വരാൻ പറ്റിയെന്ന് അമ്മച്ചി പറയുന്നു. വേണ്ട, അപ്പച്ചൻ എന്തോ എന്നോട് പറയാനുണ്ടെന്ന് അപ്പച്ചനെ കൊടുക്കട്ടെ. ആ മോനെ അപ്പച്ചനാടാ, പറഞ്ഞു വിസയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. അപ്പച്ചൻ വേറൊരു കാര്യം പറയാൻ മോനോട് ഇപ്പൊ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞേ. എടാ വിസയുടെ കാര്യം അപ്പച്ചൻ അറിയാം. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബുധനാഴ്ച പ്രാർത്ഥന, ചൊവ്വാഴ്ച പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥന, വെള്ളിയാഴ്ച പ്രാർത്ഥന, ആണ്ടറതി യോഗം, കാത്തിരിപ്പ് യോഗം എന്ന് വേണ്ട അപ്പച്ചനെ ഇവിടെ ഒക്കെ അങ്ങോട്ട് പ്രബോധിപ്പിക്കാൻ ആൾക്കാരുടെ വിളിയാ. അപ്പച്ചൻ ഇതിനൊക്കെ കുറിപ്പെഴുതി നോട്ടെടുത്ത് തയ്യാറാക്കാൻ അപ്പച്ചന് സമയമില്ല. ഒരു 5-6 മാസത്തേക്ക് അപ്പച്ചന് ഡേറ്റുകളൊക്കെ ബുക്കിടാം. അപ്പച്ചൻ എന്തായാലും അങ്ങോട്ട് വരാൻ പോകുന്നില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ നിങ്ങളോട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വിളിച്ചത്. നീ കിട്ടുന്ന ശമ്പളം മുഴുവൻ അവിടെ വരുന്ന പാസ്റ്റർമാർക്കും സുശേഷ പ്രവർത്തകർക്കും ഒക്കെ ദശാംശവും പറഞ്ഞു, മനഃപൂർവ്വ ദാനവും പറഞ്ഞു വാരി കോരി കൊടുക്കും. അങ്ങനെ ന്യൂസ് അപ്പച്ചൻ കേട്ടല്ലോ. രണ്ടുപേരോട് പറയണം വെച്ചിട്ട് കാലം പറയാം. നീ ഒന്നും ഇങ്ങോട്ട് പറയണ്ട. എടാ ദശാംശം എന്തുവാന്നൊക്കെ അപ്പച്ചന് നന്നായിട്ട് അറിയാം. എടാ ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹത്തിൽ നമ്മുടെ ദൈവത്തിന്റെ പ്രവർത്തികൾക്ക് വേണ്ടി ഒരു പങ്ക് മാറ്റി വെക്കുന്നതാ ദശാംശം. നീ എന്നെ ഇങ്ങോട്ട് പഠിപ്പിക്കല്ലേ മോനെ. നീ ഒരു കാര്യം ചെയ്യും. നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ അടുത്ത മാസം തൊട്ട് നീ അവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് അപ്പച്ചൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ടാൽ അപ്പച്ചൻ അത് വേണ്ടുന്ന പോലെ കൈകാര്യം ചെയ്തോളാം. അപ്പച്ചൻ ഇത് കുറെ കണ്ടതാ. വേറെ വിശേഷമൊന്നുമില്ല. ഇവിടെ എനിക്ക് സുഖം, നിന്റെ അമ്മച്ചിക്ക് സുഖം, നിന്റെ അനിയനും നിന്റെ അനിയത്തിക്കും പരമസുഖം, സുഖത്തോട് സുഖം, വേറെ ഒന്നും പറയണ്ട. എന്നാ ശരി, നീ ആ കാശിന്റെ കാര്യം മറക്കല്ലേ. അപ്പൊ ഓക്കെ, എന്നാ ശരി. എന്റെ മനുഷ്യ, നിങ്ങൾ എന്നാ ഈ പറയുന്നത്? നിങ്ങളും ആ ദശാംശം കൊടുക്കുകയല്ല. ദശാംശം കൊടുക്കുന്ന ആ കൊച്ചുകൾക്കുണ്ടെങ്കിലും ദശാംശം നിങ്ങൾക്ക് ഒഴിപ്പിക്കരുതോ? നിങ്ങൾ ദൈവമോഹം വലിച്ചു വെക്കുക. ഇവളോട് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? എന്റെ പൊന്നു മോളെ കുട്ടി, ഞാൻ ദശാംശം കൊടുക്കുന്നില്ല നിന്നോട് ആരാ പറഞ്ഞേ? എടി ഈ നാട് മുഴുവൻ കൺവെൻഷൻ എന്നും പറഞ്ഞ് നിന്നെ ഓട്ടോയും വിളിച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഓട്ടോ കൂലി, അവിടെ ചെല്ലുമ്പോൾ ജ്യൂസ് വേണം, ഇത് വേണം, അത് വേണം എന്ന് പറഞ്ഞ് നിനക്ക് വേണ്ടി ചെലവാക്കുന്ന കാശ്, പിന്നെ പള്ളിയിൽ പാസ്റ്ററിന് കൈമടക്കായിട്ട് കൊടുക്കുന്നത് കവറിലിട്ടത് വേറെ, കവറിലിടാത്തത് വേറെ, മനഃപൂർവ്വ ദാനം, ദശാംശം, പിന്നെ പള്ളി പണി, മതില് പണി, ലൈറ്റ് പണി, പെയിന്റ് അടി, അത് ഇതെല്ലാം എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കുന്നതെന്ന് നിന്റെ വിചാരം? ഇതൊക്കെ എന്റെ ദശാംശത്തിന്റെ ഒരു പങ്ക് തന്നെ വെക്കാൻ. ഞാൻ ദശാംശം കൊടുക്കുന്നില്ലെന്ന് പോലും പുതിയ കണ്ടുപിടുത്തേ. എന്റെ മനുഷ്യ, നിങ്ങൾ ഇന്ന് എന്നാ പ്രബോധിപ്പിച്ചത്? നിങ്ങളുടെ പ്രബോധനം ഒന്ന്, നിങ്ങളുടെ പ്രവൃത്തി വേറെ ഒന്ന്. നിങ്ങൾ ഇതെല്ലാം കൂടെ കൂട്ടി വെച്ചോണ്ടിരുന്നോ കേട്ടോ? എന്റെ പൊന്നു മോളിക്കുട്ടി, നാട്ടുകാരെ മൊത്തം പ്രബോധിപ്പിക്കുന്ന എന്നോട് നീ വീട്ടിൽ കിടന്ന് ഇങ്ങനെ പ്രബോധിപ്പിക്കല്ലേ? ആത്മാവിന് ആവശ്യമായ അപ്പം ഞാൻ ആവോളം പള്ളിയിൽ നിന്ന് ഭക്ഷിച്ച് തൃപ്തിപ്പെട്ടിട്ടാ വന്നേ. ഇപ്പോൾ എന്റെ വയറ് വിശക്കുന്നു മോളിക്കുട്ടി. നീ ഒന്ന് അടുക്കളയിലോട്ട് പോകാമോ? എനിക്കല്ലേ നിങ്ങളോടുണ്ടല്ലോ തർക്കിച്ചിരിക്കാൻ ഓരോ സമയവും. എനിക്ക് ഇഷ്ടം പോലെ പണിയുണ്ട്. ഞാൻ എന്റെ പണിക്ക് പോകും. പെട്ടെന്നാണ്. എന്റെ ദൈവമേ, ഒന്നും പറയാനില്ല. അവളങ്ങോട്ട് പോയപ്പോ ഒരു സുനാമി അടിച്ചങ്ങ് അടുക്കളയിലോട്ട് പോയ പോലെ അല്ലേ? നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നാന്ന് എനിക്ക് അറിയാം. നോട്ടെ, ഞായറാഴ്ച രാവിലെ പത്രം വായിക്കാൻ ഒരു സമയം കിട്ടുന്നില്ല. ഭയങ്കര കളറാണല്ലോ. വെയിൽസിൽ വൻ ജനപ്രവാഹം. കൊള്ളാലോ. എന്താ സംഭവം വെയിൽസിൽ? USPCയുടെ ആഭിമുഖ്യത്തിൽ വാർഷികാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ വിവിധതരമായ പരിപാടികളും ഗെയിംസുകളും ആകെ പരിപാടി കൊഴുക്കുക. പടംവലിയൊക്കെ ഉണ്ടെന്ന്. വരുന്ന വിശ്വാസികൾക്ക് താമസിക്കുവാൻ ആവശ്യമായ എല്ലാവിധ ഫെസിലിറ്റിയോടും കൂടിയുള്ള അക്കോമഡേഷനും ഫുഡും. എൻ്റെ ദൈവമേ, അവരുടെയൊക്കെ ഒരു ഫണ്ട്. ഇതുപോലെ കഴിഞ്ഞ തവണ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടും വിശ്വാസികൾ നന്നേ കുറവായിരുന്നു എന്ന് പാസ്റ്ററുടെ പരാതി. സോജൻ പാസ്റ്ററുടെ പരാതിയാ. നമുക്കറിയാം, നമ്മുടെ സ്വന്തമാണ് സോജൻ പാസ്റ്റർ. ഞാനല്ല പാസ്റ്റർ ഇതൊക്കെ പറ്റും. ഇത്ര ആൾക്കാർക്ക് ഫണ്ട് അതുപോലെ ഉണ്ടെങ്കിൽ പിന്നെ എന്താ പരിപാടിയാ പറ്റാത്ത? ഈ പരസ്യങ്ങളല്ലോ. നിങ്ങൾക്കുമാകാം പ്രവാചകൻ, പ്രവചനപരവും രോഗശാന്തി ശുശ്രൂഷ. ദൈവമേ, ഓൺലൈൻ ഓഫ്ലൈൻ കോഴ്സുകൾ കൂടാതെ ക്രാഷ് കോഴ്സും. പ്രവചനപരവും രോഗശാന്തി ശുശ്രൂഷയും ലഭിക്കാത്ത കാൻഡിഡേറ്റുകൾക്ക് മണി ബാക്ക് ഗ്യാരണ്ടി. ഒന്ന് ചേർന്നാലോ ഈ മണി ബാക്ക് ഗ്യാരണ്ടി? പ്രവചനപരമായിട്ടൊന്ന് കിട്ടിയിരുന്ന പള്ളിയിൽ ഞാനൊന്ന് കൊഴിപ്പിച്ചാൽ. എടാ മോനെ, നീ ഇന്നത്തെ പത്രത്തിന്റെ പരസ്യം കണ്ടോ? പ്രവചനപരം ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട്. അപ്പച്ചനൊന്ന് ഓൺലൈൻ ചേരട്ടെ. എന്താ നിന്റെ അഭിപ്രായം?
അപ്പച്ചൻ ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും പോകാത്തത്. ഇതെല്ലാം തട്ടിപ്പാപ്പച്ചാണ്. എടാ പ്രവചനമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പച്ചൻ ലെവൽ വേറെയാണോ മോനെ? അപ്പച്ചനൊന്ന് അടങ്ങിയിരിക്കും അപ്പച്ചാൻ. ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും എനിക്ക് അപ്പച്ചനോടൊരു കാര്യം പറയാനുണ്ട്. എന്താ നിനക്ക് പറയാനുള്ള? കല്യാണ പ്രായം ചുമ്മാ തമാശ അപ്പച്ചാൻ. എടാ നിന്റെ അപ്പച്ചൻ ഭയങ്കര തമാശക്കാരനാണ്. ഇടയ്ക്ക് ഒരു കാലത്ത് നിന്റെ അമ്മച്ചിയെ കെട്ടിയതോടെ ആ തമാശയൊക്കെ പോയി. ഇപ്പം ശോകമാണ് അവസ്ഥ. അപ്പച്ചാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. പറ, എന്താ നിന്റെ പ്രശ്നം? ഇന്ന് അപ്പച്ചൻ സഭയിൽ പ്രബോധിപ്പിച്ചിരിക്കുന്നു. എടാ മോനെ, എല്ലാ ആഴ്ചത്തെയും പോലെ ഇന്നും അപ്പച്ചൻ പ്രബോധിപ്പിച്ചില്ലയോ? സൂപ്പർ അല്ലായിരുന്നോ? നന്നായിട്ട് എനിക്കറിയാം. ഇന്ന് പ്രബോധിപ്പിച്ചപ്പോഴേ ഇന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചു. ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് സംസാരിച്ചോ? ഞാൻ പ്രബോധിപ്പിച്ചോ? ഓ എന്റെ ദൈവമേ, അത്ഭുതം അത്ഭുതം അത്ഭുതം. എടി ഓടിക്കുട്ടിയെ, ഓടി വാടി ഓടി വാടി. അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ നീ അത് കൃത്യമായിട്ട് കണ്ട് കേൾക്കണ്ടേ? ആ പറഞ്ഞുകൊടു മോനെ. അമ്മച്ചി, ഇന്ന് സഭയിൽ അപ്പച്ചൻ പ്രബോധിപ്പിച്ചില്ലേ? അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെട്ടു. നിന്നോടോ? അതെ. നമ്മുടെ അപ്പച്ചൻ പ്രബോധിച്ചോടോ? അതെ. ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടെന്ന്. അതെന്താണ് ഈ മോളിക്കുട്ടി നീ ഒരു വിശ്വാസമില്ലാത്ത പോലെ? സംശയത്തിന്റെ ആത്മാവ് നിങ്ങൾ വല്ലാതെ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമായിരുന്നു എന്റെ കൊച്ചിന് ഒരു ആത്മീയ അറിവ് വേണമെന്ന്. ദൈവം എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ കുഞ്ഞ് നല്ല തീരുമാനം എടുത്തു. പ്രബോധിപ്പിച്ചത് ഞാൻ, സംസാരിച്ചത് ദൈവാത്മാവ്, കേട്ടത് ഇവൻ. സിമ്പിളായിട്ട് ക്രമിച്ചത് അവിടെ കൊണ്ടുപോയി. സാരമില്ല. പോട്ടെ മോനെ, അപ്പച്ചൻ നിന്നോട് കാര്യം ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കട്ടെ? അപ്പച്ചനോട് പറ, ദൈവാത്മാവ് മോനോട് എന്നതാ എന്ന് സംസാരിച്ചത്? അപ്പച്ചൻ പ്രബോധിപ്പിച്ചില്ലേ യുവാക്കന്മാരെല്ലാം ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കണമെന്ന്? യുവാക്കന്മാര് ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കണമെന്ന് അപ്പച്ചൻ പ്രബോധിപ്പിച്ചില്ലേ? യുവാക്കന്മാരൊക്കെ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കണമെന്ന് അപ്പച്ചൻ പ്രബോധിപ്പിച്ചു. ദൈവത്തിന്റെ ആത്മാവേ എന്നോട് പറഞ്ഞു നീ അങ്ങ് ദൈവവേലയ്ക്ക് സമർപ്പിക്കാൻ. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടല്ലോ ദൈവമേ. എന്റെ മോനെ, ഇന്നത്തെ പ്രബോധനം നിനക്ക് വേണ്ടിയുള്ളതായിരുന്നില്ല. അതെന്താ അപ്പച്ചാ, ഞാനൊരു യുവാവല്ലേ? ഇവിടെ യുവാവ്, നീ യുവാവാണോ അല്ലോ എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. യുവാക്കളൊക്കെ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കണമെന്ന് അപ്പച്ചൻ പ്രബോധിപ്പിച്ചതിന് പിന്നിൽ വ്യക്തമായ ചില കണക്കുകൂട്ടലും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെന്താ അപ്പച്ചാ പ്രശ്നം? എടാ നീ എന്തിനാ അത് കയറി ഏറ്റെടുക്കാൻ പോയി? നിനക്ക് വേണ്ടിയുള്ളതല്ലായിരുന്നല്ലോ അത്. ദൈവമേ, ആർക്ക് വേണ്ടി അപ്പച്ചാ അത്? ഇവരോട് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലായി? എടാ നിന്റെ കൂട്ടുകാരൻ ജോൺ, അപ്പുറത്തെ വീട്ടിലെ ഫിലിപ്പിന്റെ മോൻ, എടാ അവന് UK പോകാൻ വിസ ഒക്കെ വന്ന് അവൻ പോകാനിരിക്കുക. നീ അറിഞ്ഞോ? ഇല്ല. എടാ ഇവിടെ ഒരു മനുഷ്യൻ അറിഞ്ഞിട്ടില്ല ഈ വിവരം. എടാ പോസ്റ്റ്മാൻ കഴിഞ്ഞ ദിവസം വിസ അടിച്ച പാസ്പോർട്ടും കൊണ്ട് അവന്റെ വീട്ടിലോട്ട് പോകുന്ന വഴി പിടിച്ചു നിർത്തി ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യമായിരുന്നു. ആ ചെറുക്കനെയാണ് പണ്ട് തൊട്ട് എനിക്ക് ഇഷ്ടമല്ല. അവൻ അങ്ങനെ ഇപ്പൊ UK പോയി സൂചിക്കണ്ട. അങ്ങനൊന്നും ആരെ പറ്റി പറയരുത്. എന്റെ മോനെ, നീ ഈ ചെറുപ്പക്കാരെല്ലാം കൂടെ UK ചാടി പോയി കഴിഞ്ഞാൽ മോനെ ഈ ലൈറ്റ് ആര് മാറ്റും? ഈ പൊട്ടിക്കിടക്കുന്ന ബൾബൊക്കെ മാറ്റണമെങ്കിൽ ചെറുപ്പക്കാരൻ നാട്ടിലുണ്ടല്ലോ പറ്റത്തുള്ളൂ. പക്ഷെ അതൊക്കെ ദൈവം ആരെയും കരുതിക്കോളൂ. എടാ മോനെ, നീ ഈ ഫാനൊക്കെ ഒന്ന് പൊട്ടി വീഴുന്ന കാര്യം ആലോചിച്ച് നോക്കിയാൽ നടുവേദന വെച്ചോണ്ട് അപ്പച്ചൻ ഇന്ന മണ്ടേ കയറി ഞാൻ ചെയ്യാൻ പറ്റുമോ? എടാ ഇതുപോലെ വലിയ ആനിവേഴ്സറി, വടംവലി, ഗെയിംസ് ഒക്കെ നടക്കുമ്പോൾ ഞങ്ങൾ ഈ കുറെ പ്രായമായ ആൾക്കാർ മാത്രം ഇവിടെ നിന്നോണ്ട് എങ്ങനെ ഇതൊക്കെ നടത്തുമെന്നാ? അപ്പച്ചാ അതിനൊക്കെ ദൈവം ആരെയും എടാ അത് മാത്രമല്ല, UK പോകാനായിട്ട് കച്ചം കെട്ടി ഇറങ്ങിയിരിക്കുന്ന ആ ചെറുക്കന്റെ മനസ്സിലേക്ക് ഞാൻ കുറച്ച് സംശയത്തിന്റെ വിത്തുകൾ പാകി മുളപ്പിക്കാൻ വേണ്ടിയായിരുന്നു അവനെ നോക്കി പറഞ്ഞത്. യുവാക്കളൊക്കെ എങ്ങോട്ട് പോകണ്ട, യുവാക്കളൊക്കെ ഇവിടെ തന്നെ ഇന്ന് ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കണം. അത് നീ എന്തിനാ കയറി ഏറ്റെടുക്കാൻ പോയത്? ദൈവമേ, അപ്പച്ചൻ എന്തോ പറഞ്ഞാലും ദൈവത്തിന്റെ ആത്മാവിൽ നിന്നോട് ശക്തമായി ഇടപെട്ടു. മോനെ, ഇങ്ങനെയുള്ള കടും പിടുത്ത തീരുമാനങ്ങളൊന്നും മോനെ എടുക്കരുത്. അപ്പച്ചൻ എന്ത് പറഞ്ഞാലും ഞാൻ ഇതിന് പിന്മാറത്തില്ല അപ്പച്ചാ. മോനെ, ഇവിടെ നിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിലാണോ പഠിപ്പിച്ചത്? പ്രൈവറ്റ് സ്കൂളിൽ വിട്ട് കാശ് മുടക്കി MBA വരെ പഠിപ്പിച്ച് ഈ നിലയിലാക്കിയതില്ല. പിന്നെ അപ്പച്ചന് കുറെ കണക്കുകൂട്ടലും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട്. അതിങ്ങനൊന്നും തട്ടി ഉടക്കാൻ ഞാൻ ആരെ സമ്മതിക്കത്തില്ല. അപ്പച്ചാ ഇതിനെല്ലാം മേല ദൈവത്തിന്റെ തീരുമാനം അപ്പച്ചാ. ഇവിടെ എന്തോ തീരുമാനം എന്ന് പറഞ്ഞാൽ നീ വേറൊരു കാര്യം ആലോചിച്ച് നോക്കേ. അതെന്തുവാ? ഇവിടെ നീ ഈ കറുത്ത മാനും വെള്ള ഷർട്ടും ബെൽറ്റും കെട്ടി എണ്ണമാരത്തേക്ക് അപ്പിച്ചിപ്പിയും മുടിയും കൊണ്ട് പുറത്തിറങ്ങി നടന്ന നിനക്ക് ആര് പെണ്ണ് തരുമെന്നാ? അപ്പച്ചാ അതെല്ലാം ദൈവം തക്ക സമയത്ത് കരുതിക്കോളൂ. ദൈവമേ, 50 ലക്ഷവും BMW കാറും കർത്താവ് ഇങ്ങനെ പോകണം. ഈ ചെറുക്കൊരു കാളവണ്ടി പോലും കിട്ടത്തില്ലല്ലോ. അപ്പച്ചാ തക്ക സമയത്ത് അതെല്ലാം ദൈവം കരുതിക്കോളൂ. എടാ മോനെ, എടാ നിനക്ക് നല്ല വീട്ടിൽ നല്ല കുടുംബത്തിൽ ഒരു പെണ്ണ് കിട്ടുമോ? നീ കൃത്യമായിട്ട് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച. നീ പള്ളിയിലിരുന്ന് ഉറങ്ങിയതോ സ്വപ്നം കണ്ടതൊന്നും അല്ലല്ലോ. അപ്പച്ചാ ശക്തമായിട്ട് ഞാൻ ആലോചിച്ചതാ. ഈ ദിവസങ്ങളെല്ലാം ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. സാധാരണ എന്റെ പ്രബോധനത്തിൽ സ്വപ്നം കണ്ട ആൾക്കാർ എഴുന്നേക്കും. ഈ ചെറുക്കനോട് എപ്പോ ദൈവാത്മാവ് സംസാരിച്ചെന്നാ? അപ്പച്ചൻ എന്ത് പറഞ്ഞാലും എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല അപ്പച്ചാ. എന്റെ പൊന്നു മോനെ ജോസ് കുട്ടി, നീ ആ കല്യാണക്കാരും ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ. നല്ലൊരു കുടുംബത്തിൽ നിനക്ക് പെണ്ണ് കിട്ടത്തില്ലടാ മോനെ. അപ്പച്ചാ ഒരു കാര്യം പറയാനെങ്കിൽ എന്റെ ചേച്ചി ജോമോള് ജോമോള് ചേച്ചി
ജോമോളി ചേച്ചി എന്തിനാ അപ്പച്ചൻ ഒരു പാസ്റ്ററിനെ കൊണ്ട് കെട്ടിച്ചത്? നിന്റെ ചേച്ചി, അതെ, ഇവളുടെ രണ്ടാമത്തെ സന്താനം ജോമോൾ. എടാ, അവളെ കുറിച്ച് ഈ നാട്ടുകാർക്ക് ആർക്കെങ്കിലും ഒരു നല്ല അഭിപ്രായം ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും അവളുടെ അപ്പനായ ഞാൻ എന്റെ വാക്കിന് അവൾ 5 പൈസയുടെ വില കൽപ്പിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരിക്കൽ പോലും കൽപ്പിച്ചിട്ടില്ല. അവളെ നൊന്ത് പ്രസവിച്ച അവളുടെ അമ്മ ഇവളുടെ വാക്ക് എന്തെങ്കിലും അവളൊന്ന് അനുസരിച്ച് കാണിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. എടാ, അങ്ങനത്തെ ഒരുത്തിയെ പിടിച്ചൊരു പാവം പിടിച്ച തിരക്കിന്റെ തല കെട്ടി വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം അവർ വണ്ടിയും പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് അവളെ ആക്കിയിട്ട് പോകും. പിന്നെ ഞാൻ വേണം അവളെ ചുമക്കാൻ. എന്നാൽ അതേപോലെ അപ്പച്ചൻ ബുദ്ധിപരമായിട്ട് അവിടെ ഒരു പാസിനെ കൊണ്ട് കെട്ടിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ പാവം പിടിച്ചത് അവളെ തല്ലാൻ പറ്റുമോ? ഇല്ല, ഇല്ല, കൊല്ലാൻ പറ്റുമോ? ഇല്ല, ഉപേക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. ഇത് കർത്താവായിട്ട് നമ്മൊരു പുരുഷാണേതും പറഞ്ഞുകൊണ്ട് ആ പാവം പിടിച്ച ഇതെടുത്ത് തോളെ വെച്ചോണ്ട് ജീവിതകാലം മുഴുവൻ നടക്കത്തില്ലയോ മോനെ ജോസൂട്ടി? അപ്പച്ചന്റെ ബുദ്ധി വിമാന ബുദ്ധിയാണല്ലോ അപ്പച്ചാ. ഏടാ മോനെ ജോസൂട്ടി, ഈ വിവരം എനിക്കും നിന്റെ അമ്മച്ചി മോളിക്കുട്ടിക്ക് വല്ലാതെ മൂന്നാമതൊരാൾക്ക് അറിയത്തില്ല. സാഹചര്യം ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് അപ്പച്ചൻ നിങ്ങളൊക്കെ പറഞ്ഞതേ ഉള്ളൂ. എന്റെ പാവം അളിയാ. അളിയൊന്നും പറഞ്ഞോണ്ട് അങ്ങോട്ടൊന്നും ചേളി ഈ കറ വിളമ്പാനൊന്നും നിൽക്കണ്ട. നീ കാര്യത്തിലേക്ക് വാ. ഞാൻ ആരോടൊന്നും പറയുന്നില്ല അപ്പച്ചാ. അപ്പച്ചൻ നമ്മുടെ കാര്യം പറ. മോനെ ജോസൂട്ടി, എന്തോ നിന്നെ MBA വരെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അപ്പച്ചന് വ്യക്തമായ ചില കണക്കൂട്ടലുകളൊക്കെ ഉണ്ട്. ആദ്യം നീ ഇതും പറഞ്ഞുകൊണ്ടൊന്നും പോകാനൊന്നും അപ്പച്ചൻ സമ്മതിക്കുക. അപ്പച്ചാ, എന്തോ അപ്പച്ചൻ എന്തോ പറഞ്ഞാലും എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. അല്ലെങ്കിൽ തന്നെ ഇവിടെ മുറ്റത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ബാത്റൂമാരെ തട്ടിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിനിടയ്ക്കൂടെ ഇനി ഇവരൊക്കെ പിന്നെ പോയാൽ നീ കാര്യം നോക്കി. അപ്പച്ചൻ എന്ത് വിചാരിച്ചേ? ഞാൻ അടൂരും പറന്തലുമാണോ സുവിശേഷ വേല ചെയ്യുന്നത്? എന്റെ മക്കളെ എങ്ങോട്ട് പോകാനോ? ഞാൻ നോർത്ത് ഇന്ത്യക്ക് പോവാ അപ്പച്ചാ, സുവിശേഷ വേലയ്ക്ക്. നോർത്ത് ഇന്ത്യ? അതെ. യു മീൻ UP? Yeah. മൈ ഗാഡ്, ദൈവമേ, ഇവനെ പഠിപ്പിച്ച് വലിയ MBA-കാരനാക്കി ഏതേലും നല്ലൊരു ബിസിനസ്സിൽ കയറ്റി കുറച്ച് കാശ് ഉണ്ടാക്കണം. ഇവനെ ഏതേലും ഒരു ബിസിനസ്സുകാരന്റെ മോളെ കൊണ്ട് കെട്ടിക്കണം. ഇവനും അവളും കൂടെ ഹണിമൂണിൽ ലണ്ടനിൽ പോകും. അവരുടെ കൂടെ ബാഗ് പിടിച്ചുകൊണ്ടെങ്കിലും കൂടെ പോയിട്ട് മഞ്ഞു വാരാ ഞാൻ കുറെ സ്വപ്നം കണ്ടതാണ് കർത്താവേ. ഇനി ഞാൻ UK-യിൽ പോയി മഞ്ഞ് വാരേണ്ടി വരും, UP-യിൽ പോയി മണൽ വാരേണ്ടി വരുമല്ലോ കർത്താവേ. അപ്പച്ചാ, ഇപ്പൊ UK-യിൽ പഴയ പോലെ മഞ്ഞൊന്നും ഇല്ല അപ്പച്ചാ. നിക്ക് നീ അങ്ങോട്ട് തൊട്ട് പോകരുത്. നീ എന്നെ മോനെ ജോസൂട്ടി, എന്തോ നീ ഇട്ടിരിക്കുന്ന ഈ പാന്റ്, നീ ഇട്ടിരിക്കുന്ന ഈ ഷർട്ട്, നിന്റെ കാലിൽ കിടക്കുന്ന ഷൂ, അരക്കെട്ടിരിക്കുന്ന ബെൽറ്റ്, കയ്യിലിരിക്കുന്ന ഈ മൊബൈല് എല്ലാം എന്റെ കാശ് കൊണ്ട് മേടിച്ചതാണെന്ന് നീ ഓർത്തോളണം. പന്നല്ല, ജനിച്ചു വീണ അന്ന് മുതൽ നിനക്ക് വേണ്ടി ചെലവാക്കിയ സകല കാശിന്റെ കണക്ക് ഞാനൊരു കണക്ക് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതെല്ലാം നീ എനിക്ക് തിരിച്ചു തന്നിട്ട് വേണമെങ്കിൽ നിന്റെ ഇഷ്ടത്തിന് നിനക്ക് ഇറങ്ങി പോകാം. മോനെ, ഒറ്റൊരു കാണാതെ എന്റെ ഉള്ളിൽ ഞാൻ ഇത്രയും കാലം ദൂരെ മൃഗത്തെ തളച്ചിട്ടിട്ടുണ്ട്. ആ മൃഗത്തെ നീ പുറത്തെടുക്കരുത്. എടാ, ശരിയാടാ മോനെ. അമ്മച്ചി വർഷങ്ങളായിട്ട് ഈ മനുഷ്യനെ ക്രൂരമായിട്ട് സഹിച്ചോണ്ടിരിക്കുക. അപ്പച്ചൻ എന്തോ പറഞ്ഞാലും എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. ചെറുക്കനോട് അവൻ എന്ത് പറഞ്ഞ് മനസ്സിലാക്കും? എടീ മോളിക്കുട്ടി, ആലോചിക്കാനൊന്നുമില്ല. വായുടെ നീ ആ ജോണിക്കുട്ടിയെ വിളി. ഇനി അവനോട് തന്നെ സംസാരിക്കാം. അവനെന്നെ ബുദ്ധി പറഞ്ഞ് മനസ്സിലാക്കട്ടെ. എന്റെ പൊണ്ണ, നീ അന്ന് എന്നാ കരച്ചിലടി കരയുന്നത്? ദുബായിൽ കിടന്ന് പണിയെടുക്കുന്ന ആ ചെറുക്കൻ ഈ കരച്ചിൽ വിട്ടു കഴിഞ്ഞാൽ എങ്ങനെ സഹിക്കും? പിള്ളേരുടെ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ജോണിക്കുട്ടി, എടാ നിന്റെ അനിയനിലൂടെ ജ്യൂസ് കുട്ടി കൈവിട്ട് പോടാ. ഇല്ലില്ല, ജീവനൊന്നും പറ്റിയിട്ടില്ല. ഇല്ല. എടാ, അവനെ ഞാൻ ഇത്രയും കാലം പഠിപ്പിച്ച് വലുതാക്കി ഒരു നിലയിലാക്കിയപ്പോ അവൻ പറയുക അവന് നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് സുവിശേഷ വേല ചെയ്യണമെന്ന്. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കരുതി കൂട്ടി വെച്ചിട്ടുണ്ട്. നീ ഒന്നും ഇങ്ങോട്ട് പറയണ്ട, ഞാൻ പറയുന്നെങ്കിൽ മാറി നിൽക്കണേ. നീ ഒറ്റ ഈ ചെറുക്കനെ വഴിയാറാക്കിയത്. ഇന്ന് ഇതിനെ ഒരു തീരുമാനം ഉണ്ടാക്കും. മോനെ ജോസൂട്ടി, ഒന്നും ആലോചിക്കില്ല. എത്രയും പെട്ടെന്ന് നീ ഇവനൊരു വിസ എടുത്ത് കൊടുക്കണം. ഇവനെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോകണം. ഏതൊരു ഒരു ജോലി പിടിച്ചുകൊണ്ട് തലയിൽ കെട്ടിവെച്ചുകൂട്. ഇവൻ കുറച്ച് നാൾ ഇവിടുന്ന് മാറി നിൽക്കുമ്പോൾ ഇവന്റെ ഈ പൊട്ട ബുദ്ധിയൊക്കെ മാറും.
അവന് കിട്ടി ജോലി. കഴിഞ്ഞ 1-ാം തീയതി അവൻ ആദ്യത്തെ ശമ്പളം വീട്ടിലയച്ചു. ഇവനെ കൂടെ കൊണ്ടുപോയിക്കോ, പെട്ടെന്ന് ജോലി മേടിച്ചു കൊടുത്തോ. ഇവനെയൊക്കെ പിടിച്ചങ്ങോട്ട് വളരെ എഴുത്തോട് പ്രാർത്ഥിച്ചിട്ട് ഇവനൊക്കെ അങ്ങോട്ട് ജോലി അടുത്ത മാസം 1-ാം തീയതി ഇവന്റെ ശമ്പളം എനിക്ക് കിട്ടണം. ജോലി കിട്ടാൻ പാടാണോ? കിട്ടിയില്ലേലും വേണ്ടില്ല, ഇവനെ കൊണ്ടുപോയി നിന്റെ കൊച്ചിനെ നോക്ക്. ഇവിടെ കുറച്ചാൽ മാറി നിൽക്കുമ്പോഴത്തേക്ക് ഇവന്റെ ഈ പൊട്ടബുദ്ധിയൊക്കെ മാറിക്കോളും. ഇങ്ങനെ നീ ഇനി അവനോട് പ്രത്യേകിച്ച് സംസാരിച്ചൊന്നും ചെയ്യാനില്ല. നീ സംസാരിക്കും, ഒന്ന് സംസാരിച്ചു. നീ സംസാരിച്ച് അവന്റെ ഇതിൽ നിന്ന് മാറ്റിയെടുക്കുവാണ്. നീ അവന് വിസയ്ക്ക് വെച്ചേക്കുന്ന കാശോട് അപ്പച്ചനെ അയച്ചു തന്നേരം കഴിഞ്ഞ അടുത്ത മാസം. ആയിക്കോട്ടെ. ശരി. എന്റെ കർത്താവേ. അമ്മച്ചി സമയം പോലെ ഈ അപ്പച്ചനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. എനിക്ക് ദുബായിലൊന്നും പോകണ്ട അമ്മച്ചി. ഈ അപ്പച്ചനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. എനിക്ക് ദൈവവേലയ്ക്ക് പോയാൽ മതി. എടാ മോനെ, നീ വിഷമിക്കാതിരിക്കുക. ഇപ്പൊ അപ്പച്ചനോട് അമ്മച്ചി എന്തേലും പറഞ്ഞ അമ്മച്ചന്റെ തലയിൽ ഒന്നും കയറിയില്ല. സമയം പോലെ അമ്മച്ചി അത് പറഞ്ഞ് എല്ലാം ശരിയാക്കി. ഓക്കെ അമ്മച്ചി. ഇപ്പോഴെന്നല്ല എപ്പോഴായാലും നീയെന്നല്ല ഇനി ദൈവം തമ്പുരാൻ വന്നെന്ന് പറഞ്ഞാലും ഇവനെ ദൈവവേലയ്ക്കെന്നും പറഞ്ഞ് യുപിയിലോടൊന്നും ഇവിടെ എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്റെ ദൈവമേ, ആലോചിച്ചിട്ട് എനിക്ക് രക്തം പിടി കിട്ടുന്നുണ്ടല്ലോ ഈ ചക്ക. ഇവന്റെ കൂടുന്ന ചെറുക്കന്മാരെല്ലാം എന്റെ കൂടുന്ന ചെറുക്കന്മാരെല്ലാരും പഠിച്ച് നല്ല ജോലി കയറി വീട്ടിൽ ശമ്പളമൊക്കെ അയച്ചു കൊടുത്ത് ദൈവമേ 50 ലക്ഷം വീണ്ടും. അപ്പാവേ, യുകെയിൽ പോയി മഞ്ഞ്. ഞാനിനി യുകെയിൽ പോയിട്ട് എന്റെ മോളെ കുട്ടി ഈ ചെറുക്കനായിട്ട് കുടിപ്പിക്കുന്ന വെള്ളം പോരാച്ചിട്ടാവും നീ എനിക്ക് വെള്ളം കൊടുത്തിരുന്നേ. എന്റെ മോളെ കുട്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടേ, നീ നോക്കി നിൽക്കണ പാസനെ വിളിക്കണേ. യോ എടാ, മുട്ടിലല്ലടാ വേദന, നെഞ്ചത്താണോ വേദന? ഹലോ, മുട്ടപ്പാൽ പാസ്റ്ററേ, ഓടി വായോ, ഓടി വായോ. ഞങ്ങളുടെ വീട്ടിൽ വേണം നടക്കുന്നേ, ഓടി വായോ. നോക്കി നിൽക്കാതെ കഥ തോന്നി നോക്കണേ പാസ്റ്റർ. ഞാൻ പറയാം പാസ്റ്റർ അറിയാലോ, ഇവന്റെ മൂത്ത 2 ഞാൻ പറഞ്ഞ് 2 വിട്ടിട്ടും ഇവരെ ഞാൻ എങ്ങോട്ടും വിടാതെ നാട്ടിൽ തന്നെ നിർത്തി MD അവരെ പഠിപ്പിച്ച് വലുതാക്കിയ ഉദ്ദേശം പാസ്റ്റർ അറിയാലോ. വയസ്സാക്കാലത്ത് ഇവൻ ഞങ്ങൾക്ക് ഇച്ചിരി വെള്ളം മേടിച്ചു തരുന്നതായിരുന്നു. ഇതിപ്പോ ഞങ്ങളാൻ കളഞ്ഞിട്ട് ഈ ചെറുക്കൻ സുവിശേഷകാരയ്ക്ക് പോവാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. പാസ്റ്ററെ, ഞാനിത് സമ്മതിക്കത്തില്ല. പാസ്റ്റർ എങ്ങനെയും പറഞ്ഞുകൊണ്ട് മാറ്റിക്കും. ഞാൻ വളരെ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു എന്റെ കുട്ടപ്പായ പാസ്റ്റർ എന്റെ കുഞ്ഞ് നല്ലൊരു തീരുമാനം ദൈവസേനയിൽ എടുത്ത്. മുതൽ ഈ മനുഷ്യന് തുടങ്ങിയത് ഈ ബഹളം ഈ വീട്ടില്. ബാധയല്ല പാസ്റ്റർ, ഇവൻ ഇങ്ങനെ പോയാൽ എനിക്കൊരു ബാധ്യതയാവും. ഇവനെ ഞാൻ എങ്ങനെ വായിച്ചു നോക്കി. ഇന്ന് നമ്മുടെ സഭയിൽ അപ്പച്ചൻ പ്രബോധിപ്പിച്ചില്ല പാസ്റ്റർ. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു. യുവാക്കന്മാരെല്ലാം ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കണമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ പാസ്റ്റർ 50 വർഷമായിട്ട് നിരന്തരം പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്നോട് ഇതുവരെ ദൈവാത്മാവ് സംസാരിച്ചിട്ടില്ല. പിന്നെ ഭീഷണിക്കാത്ത ഇവരോട് ദൈവാത്മാവ് സംസാരിക്കുന്നുണ്ട്. തോമാച്ചി പ്രസംഗിച്ച ലൂക്കോസ് 10 ഉദ്ദേശിച്ചല്ലേ? ലൂക്കോസ് 10 അത് നമ്മുടെ പാടത്ത് ഫിലിപ്പോച്ചാന്റെ മോനെ ഉദ്ദേശിച്ചല്ലേ? പാസ്റ്ററിന് മനസ്സിലായി. എടാ മണ്ടമണാപ്പി, ഇനി ഇത് കേട്ട് പഠിക്കും. എടാ, ഞാൻ ഉദ്ദേശിച്ച പ്രബോധം ആർക്ക് വേണ്ടിയുള്ളതാണെന്ന് വ്യക്തമായിട്ട് ദൈവാത്മാവുള്ള മനുഷ്യർക്ക് മനസ്സിലാവും. അല്ലാതെ നിന്നെ പോലെ വഴിയെ കൂടെ പോകുന്ന പ്രബോധനം കുറിച്ച് തലയിൽ വെച്ചുകൊണ്ട് വീട്ടിലോട്ട് വരുമല്ലോ വേണ്ടത്. എനിക്ക് വേണ്ട മോളിക്കുട്ടി. ഞാൻ ഏതാണ് ചെളിക്കുഴിയിൽ പരസ്യത്തിൽ നിന്നപ്പോഴാണ് മോളിക്കുട്ടി വിളിച്ചത്. ഞാൻ എന്തു അർജന്റ് കുറച്ച് ഓടി വന്നതാ. പിന്നെ ഞാനിപ്പോ ഉണ്ടല്ലേ വെള്ളം കൂടിയൊക്കെ കുറച്ചേക്കുക. PSC ലിസ്റ്റ് പേര് വന്നത് പിന്നീട് എല്ലാം കുറച്ചേക്കുക. പേര് വന്നോ? എടാ കണ്ടു പഠിക്കടാ. ഈ സുവിശേഷകാല പോരാഞ്ഞിട്ട് പാസ്റ്റർ വരുമാനമാർഗം കണ്ടെത്താനായിട്ട് പഠിച്ച് പരീക്ഷ എഴുതി PSC ലിസ്റ്റില് റാങ്ക് ലിസ്റ്റില് പേര് വന്നു. സമാധാനമായിട്ട് PSC എന്ന് പറഞ്ഞാൽ എന്തോ തോമാച്ച വിചാരിക്കും. നമ്മുടെ കേരള സർക്കാരിന്റെ പബ്ലിക് സർവീസ് കമ്മീഷൻ. തെറ്റിപ്പോയി. ഞാൻ പറഞ്ഞത് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ. മോളിക്കുട്ടി നീ ചായക്ക് വെച്ച വെള്ളം ഭയങ്കര ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തോന്നി. നമുക്കൊരു കാര്യത്തിലൊരു തീരുമാനമാക്കാം. ജ്യൂസ് കൂട്ടിയുടെ അടുത്ത് ദൈവം വ്യക്തമായിട്ട് സംസാരിച്ചു. എന്നെ ഇന്നലെ ചാണ്ടിക്കുഞ്ഞുണ്ടല്ലോ, ഏത് ചാണ്ടിക്കുഞ്ഞ? നമ്മുടെ വട്ടക്കുടിയിലെ ചാണ്ടിക്കുഞ്ഞ്, ബൈബിൾ കോളേജ്. ആ ചാണ്ടിക്കുഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു,
മലയാളികളൊന്നും ഇപ്പൊ പഠിക്കാൻ അവിടെ വരുന്നില്ല. ആര് വരും? ഇപ്പൊ വരുന്നത് മൊത്തം നേപ്പാളികളും ബംഗാളികളുമാണ്. അതേ ഉള്ളൂ. ഇവൻ വ്യക്തമായിട്ട് ദൈവത്തിന്റെ ശബ്ദം കേട്ടതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടാക്കിയാലോ. നേപ്പാളികളും ബംഗാളികളും ഒക്കെ ഇവിടെ വന്നാണ് പഠിക്കുന്നതല്ല, നിന്റെ കൂട്ട് കെട്ടി നോർത്ത് ഇന്ത്യയിലോട്ടല്ല മക്കളെ പോകുന്നത്. അപ്പച്ചൻ എന്ത് പറഞ്ഞാലും എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല അപ്പച്ച. അച്ചായി അവനൊരു നല്ല കാര്യത്തിന് പോകുന്നല്ല, കുഞ്ഞിനെ പറഞ്ഞു കഴിക്കും. എന്റെ അനുവാദത്തോടെ നീ ഇവിടുന്ന് പോകുന്ന പരിപാടി ഇല്ല മോനെ. എടാ ജോസൂട്ടി, വ്യക്തമായിട്ട് ദൈവത്തിന്റെ ശബ്ദം കേട്ടതാണ്. ഞാൻ വ്യക്തവും ശക്തമായിട്ട് കേട്ടതാ പാസ്റ്റർ. എന്റെ പൊന്നു പാസ്റ്ററെ, 50 വർഷമായിട്ട് ഞാൻ കേൾക്കാത്ത സാധനം ഇവനെ എങ്ങനെ കേട്ടതോ? ഞാൻ എങ്ങനെ വിശ്വസിക്കും? നമുക്കൊരു കാര്യം ചെയ്യാം. ദൈവത്തിന്റെ ഹിതം എന്താണോ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതല്ലേ കുറച്ചും കൂടി വൃത്തിയായിട്ടുള്ള കാര്യം. പാസ്റ്ററെ, ഞാൻ അപ്പന്റെ സ്ഥാനത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ പാസ്റ്ററെ അവനെ ഇവിടുന്ന് ഈ വേലയ്ക്ക് ഇറക്കാൻ പറ്റത്തില്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ ദൈവശബ്ദം വ്യക്തമായി ജോസൂട്ടി കേട്ടെന്നുള്ള സ്ഥിതിക്ക് എന്റെ പൊന്നു പാസ്റ്ററെ, പിതാവിന് പറ്റാത്ത ഒരു സ്ഥാനത്ത് ദൈവദാസൻ എന്ന നിലയ്ക്ക് ഞാൻ ഈ ഒരു ബാധയെ ഒഴിപ്പിക്കാൻ വേണ്ടിയാണ് എന്റെ പൊന്നു പാസ്റ്ററെ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. ഇതിപ്പോ ബാധ ഊട്ടി ഉറപ്പിക്കുന്ന പരിപാടിയാണല്ലോ കർത്താവ് ഇവിടെ കാണുന്നത്. കർത്താവ് കോഴിക്കോട് താക്കോല് ഞാൻ കുറുക്കനെയാണല്ലോ ഏൽപ്പിച്ചത്. എന്റെ ദൈവമേ, നമുക്കൊരു കാര്യം ചെയ്യാം തോമാച്ച. നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാം. ദൈവശബ്ദം കൃത്യമായി കേട്ട സ്ഥിതിക്ക് ജോസൂട്ടിയെ നമുക്ക് ചാണ്ടിക്കുഞ്ഞിന്റെ മേഖല കോളേജിൽ കൊണ്ടുപോവാം. ഇപ്പൊ അവിടെ പരസ്യം നടക്കുന്ന ഒരു ചെയ്തുകൂടിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. ഞാൻ ഈ ജോസൂട്ടി അങ്ങോട്ടാണ് കൊണ്ടുപോവാ. നീ പോവാ മോനെ ജോസൂട്ടി? ഞാൻ പോവാ അപ്പച്ച. കോഴിക്കോട് പോവാന്ന് പറയുന്നേ. നല്ല കാര്യത്തിന് പോകുന്നതല്ലേ, അവൻ പോട്ടെ അച്ചായ. മോനെ ജോസൂട്ടി നീ പോവാ. ഞാൻ പോവാ. ഇങ്ങനെയാണ് ഞാനിപ്പോ എന്താ ചെയ്യാ? മോനെ ജോസൂട്ടി നീ വന്ന ഞാൻ പറയട്ടെ. UK വന്നിട്ട് മഞ്ഞ് വരണമെന്നായിരുന്നു അപ്പച്ചൻ്റെ ആഗ്രഹം. UK മഞ്ഞ് വരാൻ പറ്റത്തില്ല. UP ഇല്ലെങ്കിൽ UP. അപ്പച്ചനും വരാൻ നിന്റെ കൂടെ മണലിൽ കളിക്കാനായിട്ട്. അപ്പച്ച ഞാൻ മണലിൽ കളിക്കാനല്ല അപ്പച്ച പോകുന്നത്, ഞാൻ സുവിശേഷമായിട്ട് അപ്പച്ച പോകുന്നത്. എന്റെ ദൈവമേ, ഞാനിവിടെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി പാസ്റ്റർ? പിന്നെ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം അറിയാമോ? ഈ അന്ത്യകാലത്തിൽ നമ്മളെല്ലാവരും ദൈവസന്നിധി നിൽക്കാനുള്ളവരാണ്. ഓരോരുത്തരും തോമാച്ച നിൽക്കണം, ജോസൂട്ടി നിൽക്കണം, മോളിക്കുത്തി നിൽക്കണം, ഞാൻ നിൽക്കണം. അപ്പം എല്ലാവരും അവരവർ കൊണ്ടുവരുന്ന നെൽക്കതിരുകൾ അവിടെ കൊണ്ടുവരും. അതുപോലെ ആ സമയത്ത് ജോസൂട്ടി കൊണ്ട് നെൽമണികൾ കൊണ്ടുവരുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ? നമ്മളൊക്കെ അവിടെ നിൽക്കാൻ എല്ലാവരും നിൽക്കണം. തോമാച്ച നിൽക്കണം, ഉള്ളതായിരുന്നു. അപ്പം എല്ലാവരും. തോമാച്ച എന്താ പറയുക? ഇങ്ങനെയാണെങ്കിൽ പാസ്റ്ററെ ജോസൂട്ടി പാസ്റ്റർ അവസരം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി. നിന്റെ ആഗ്രഹം അതാണെങ്കിൽ എന്റെ പൊന്നു മോളിക്കുട്ടി ഇത്ര സിമ്പിൾ ആയിരുന്നു. നിനക്ക് എന്നോട് നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നില്ല. അച്ഛനൊരു സമയം തരണ്ടേ? എന്നാ പിന്നെ പാസ്റ്റർ അവന്റെ ആഗ്രഹം പോലെ എല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് ജോസൂട്ടിയാണ് പാടാൻ യാത്ര. അതിന് മുമ്പ് പാസ്റ്ററെ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. ഇവനെ ഞാൻ കോഴ്സെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേ ഞാനോ നേരം കൊണ്ട് വിശേഷം കൊടുത്തിട്ടില്ല. ഇവരെങ്കിലും നല്ല പ്രകാരമുള്ള ഒരു വലിയ സഭ നല്ല ദശാംശം ഒരു അടിപൊളി സഭ. അതൊന്നും ഇപ്പൊ നമുക്ക് പറയാൻ പറ്റത്തില്ല. സുവിശേഷം എന്ന് പറഞ്ഞ പട്ടുമെത്തയുടെ അനുഭവമല്ല, കഷ്ടതയും പട്ടിണിയും എല്ലാം നിറഞ്ഞ ഒരു അനുഭവം. നമുക്ക് ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ ദൈവം എന്ത് നൽകുന്നു അതനുസരിച്ച് ഉണ്ട്. അതെന്താ? നമ്മുടെ USPCയുടെ സോജൻ പാസ്റ്ററില്ലേ, പുള്ളി നമ്മുടെ തൊട്ടടുത്താണ് അവാഞ്ചസ്റ്ററിലെ. അതുപോലെ നീ പഠിച്ചിറങ്ങി ധൈര്യമായിട്ട് വാടാ. നീ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഉടനെ ടക്ക് പാസ്റ്ററിനെ വിളിക്കുന്നു, നിനക്ക് വിസ കൊടുക്കുന്നു, നിന്നെ UK കൊണ്ടുപോകുന്നു, ഞാൻ വരുന്നു. പറ്റത്തില്ല, പറ്റത്തില്ല. എന്നാ പിന്നെ പാസ്റ്റർ ഞാൻ പറഞ്ഞെടുത്ത് നിൽക്കുന്നില്ലെങ്കിൽ ഇനിയിപ്പം ഞാനായിട്ട് തന്നെ പാസ്റ്റർ അവൻ്റെ ഇഷ്ടത്തിന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ നല്ല പിതാവേ, ഹല്ലേലൂയ. ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. തോമാച്ചൻ്റെ മനസ്സിൻ്റെ വിഷമങ്ങളൊന്നും അറിയുന്നല്ലോ. തോമാച്ചന് യോസൂട്ടിയെ കുറിച്ച് പല ആഗ്രഹങ്ങൾ മാനസികമായി ഉണ്ടായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ ഹിതം മറ്റൊന്നായിരുന്നല്ലോ. യോസൂട്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച് ബൈബിൾ കോളേജിലേക്ക് അയക്കുന്നു. നിന്റെ സാന്നിധ്യം കൂടിയിരിക്കുന്നത് അന്ത്യകാലത്ത് അല്ലെങ്കിൽ ഓരോരുത്തർ പ്രതിഫലം വാങ്ങുവാൻ വരുമ്പോൾ യോസൂട്ടി താൻ നേടിയ നെൽമണികളുമായി നെൽക്കതിരുകളുമായി വരുമ്പോൾ ഞങ്ങൾ അത് തന്നെ സന്തോഷിപ്പാൻ ഞങ്ങളുടെ മോളുകുട്ടിയോട് പ്രാർത്ഥിക്കുന്നു. തോമാച്ചിനെ തിരുക്കടത്തിൽ ഏൽപ്പിക്കുന്നു. ജോലിക്കുട്ടിക്കായ സ്തോത്രം. സർവേശ്വരൻ നാമത്തിൽ തന്നെ.
ചന്ദ്രൻ